നിങ്ങൾ വളരെ തിരക്കുള്ള ക്ഷേത്രങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഉദാഹരണം ഗുരുവായൂർ, തിങ്ങി നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ പൂജയ്ക്ക് നടയടയ്ക്കും, വിയർത്തൊലിക്കുവൻ. ഇവൻ്റെ വിയർപ്പ് മുഴുവൻ ആരുടെ ദേഹത്താവണം? അടുത്ത് നിൽക്കണവൻ്റെ ദേഹത്താവണം. അവൻ്റെ വിയർപ്പ് മുഴുവൻ ഇങ്ങോട്ട്. എന്തൊക്കെ ചർമ്മരോഗങ്ങൾ പകരും ഭഗവാനെ. അവസാനം ഭഗവാന്റെ പ്രസാദമായിട്ട് ചർമ്മരോഗം കിട്ടി ഗുരുവായൂരപ്പാ എന്ന് പറയണം. സത്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് ഷർട്ടിട്ട വല്ല കുഴപ്പമുണ്ടോ? ചില ആധ്യാത്മിക പ്രഭാഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവന്റെ ചൈതന്യം നേരെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാണ് ഷർട്ട് എന്ന്. ഈ ദേവന്റെ ചൈതന്യം ഒരു ചെറിയൊരു കോട്ടൺ തുണിയെ പെനിട്രേറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലാച്ചാൽ പിന്നെ അതെങ്ങനെയായി തൊലിയെയും മാംസത്തെയും പേശിയെയും ഒക്കെ അങ്ങോട്ട് തുളച്ചു കയറിയിട്ട് ഹൃദയത്തിലെത്തുക? പൊട്ടത്തരം പറഞ്ഞതിന് കണക്ക് വേണ്ടേ? ഇനി 2 സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ? പുരുഷന് മാത്രം മതിയോ? ഓരോ ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആധ്യാത്മിക പ്രഭാഷകന്മാരുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇന്നത്തെ വലിയ പ്രശ്നം. ദേവചൈതന്യം ഹൃദയത്തിലേക്ക് നേരെ അങ്ങോട്ട് തുളച്ചു കയറണമെങ്കിൽ ഷർട്ട് പാടില്ല.